ഹലോ ഗായ്സ്, ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. അഖിലേട്ടൻ എന്താ പറയണേ? നല്ല തീരുമാനം. പറയും വെട്ടിക്കൊള്ളായാ എന്ത് ചെയ്യും അറിയില്ല, ചിലപ്പോൾ കൊള്ളാവും. എന്തായാലും വെട്ടാൻ തീരുമാനിച്ചട്ടോ. അച്ഛൻ്റെയും അമ്മയുടെയും എനിക്കാകെ പേടിയുള്ളത് എൻ്റെ അച്ഛനെയും അമ്മേനെയും മാത്രമാണ്. ബാക്കി ആരും ഇല്ല. അഖിലേട്ടനെ എനിക്ക് പേടിയില്ല. നോക്കാം അല്ലേ, വെട്ടി നോക്കാം, മുടിയല്ലേ. ഒരു 5-6 വർഷത്തിന് ശേഷം ഞാൻ കറക്റ്റായി പ്രോപ്പറായിട്ട് പാർലറിൽ പോയിട്ട് മുടി വെട്ടുവാണ് കേട്ടോ. അപ്പം ഇത്രയും കൊല്ലം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മുടി വെട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വെട്ടിയിട്ട് അവരൊക്കെ പിന്നെ ചെറുതാന്ന് അങ്ങോട്ട് വെട്ടിയിട്ട് വരുന്ന കൂട്ടത്തിലാണ്. അവർക്കൊന്നും മുടി ഇഷ്ടമല്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെട്ടിയാലും പിന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ മുടി നല്ല രീതിയിൽ വളരുന്ന കുട്ടികളുമായിരുന്നു. പക്ഷെ എൻ്റെ അങ്ങനെയല്ല താനും. പക്ഷെ ഞാനിങ്ങനെ ഒരു ട്രസ്റ്റ് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വരാറുമില്ല. പെട്ടെന്നൊരു കോൺഫിഡൻസ് കയറിയപ്പോൾ ചാടി കയറി അങ്ങോട്ട് പാർലറിൽ പോയി മുടി വെട്ടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് വെട്ടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വെട്ടിത്തരുന്ന ചേട്ടന് എന്നെക്കാട്ടിലും മുടിയുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. കണ്ടില്ല, ആൾ കെട്ടി വെച്ചേക്കുന്ന ആൾക്ക് എന്നെക്കാട്ടിലും മുടിയുണ്ട്. സോ നമുക്കൊരു മിത്ത് ഉണ്ടല്ലോ, നിറയെ മുടിയുള്ള ആൾ വെട്ടിയാൽ മുടി വളരും എന്നൊക്കെ. അങ്ങനെയൊക്കെ ഒരു മിത്താണ്. ആ ഒരു വിശ്വാസത്തിൽ ഓക്കെ വെട്ടാം എന്നാൽ നല്ല കോൺഫിഡൻസ് ആയിട്ടോ. സത്യത്തിൽ വെട്ടിക്കഴിഞ്ഞിട്ട് കുറേ എൻ്റെ അച്ഛനും അമ്മ പിന്നെ അഖിലേട്ടൻ്റെ അമ്മയൊക്കെ അവർക്കൊക്കെ ദേഷ്യവും ചീത്തയും ഒക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ അഖിലേട്ടൻ്റെ ഈ കണ്ണാടി കൂടെ അഖിലേട്ടൻ്റെ മുഖം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അഖിലേട്ടൻ്റെ മുഖത്തൊരു വാവ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അഖിലേട്ടൻ എന്ത് കാര്യം ഇങ്ങനെ ബ്യൂട്ടിയുടെ കാര്യത്തിലൊക്കെ അഖിലേട്ടൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് ആളെ ഞാൻ വിശ്വസിച്ചു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ മുടി വെട്ടി ലോങ് ലെയേഴ്സാണ് കട്ട് ചെയ്തത്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല മുടി വെട്ടിയിട്ടുണ്ട്. ബാക്കിൽ അധികം വെട്ടിയിട്ടില്ല. ലെങ്ത്ത് അധികം കമ്മിയാവാത്ത പോലെ തന്നെയാണുള്ളത്. പക്ഷെ ഫ്രണ്ടിലേക്കൊക്കെ മുടി വെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ മുടി വെട്ടിയ പോലെ തന്നെ ഉണ്ടാവും. എനിക്ക് രണ്ട് ഹെയർ സ്റ്റൈലിൽ മാത്രമേ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ, പിന്നീടൽ മാത്രം. അപ്പം അതൊക്കെ കൊണ്ടാണ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഇനി പറയും. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഈ സെറ്റ് ചെയ്തതൊക്കെ പെട്ടെന്ന് പോവും. കാരണം ഇത് ആ സമയത്ത് ഇപ്പം ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. നമ്മൾ സെറ്റ് ചെയ്താൽ ഇതുപോലെ കിടക്കും. ഇപ്പം ഇങ്ങനെയൊന്നും അല്ല കിടക്കുന്നത്. എന്നാലും ഈ ഒരു ലുക്കിലാണ് മുടി വന്നേക്കുന്നത്. ഫ്രണ്ടിലൊക്കെ ലെയർ അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം. അവരും അധികം മുടി അങ്ങോട്ട് ലെങ്ത്ത് കമ്മിയാക്കിയിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇനിയൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അങ്ങനെ ഞാൻ മുടി വെട്ടി കേട്ടോ. ഞാൻ ലോങ് ലെയേഴ്സാണ് വെട്ടിയത്. അപ്പോൾ ലോങ് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ മുടിയുടെ ലെങ്ത്ത് അധികം ബാക്കിൽ അത്ര കമ്മിയാവില്ല. എന്നാൽ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ അത്യാവശ്യം കമ്മിയായിട്ട് ഉണ്ടാവും. ഇത്ര ഒക്കെ കമ്മിയായിട്ടുണ്ടാവും. പക്ഷെ ഞാനിത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നീട് ആക്ച്വലി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും പേടിപ്പിച്ചിട്ട് വെട്ടിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ടും പിന്നെ മുടി ഭയങ്കര ഡ്രൈ ആവുക, പിന്നെ നമുക്ക് ഫേസ് ഫ്രെയിമിങ് പോയി. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഫേസിന് നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും ഭംഗിയില്ലാത്ത പോലെ തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് മുടി പോയി ഞാൻ വെട്ടിയത്. ഇനിയിപ്പോൾ എന്തായാലും വെട്ടി. എനിക്ക് കുറച്ച് വെട്ടുന്ന സമയത്തൊക്കെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കും അത് മനസ്സിലായതുകൊണ്ട് അധികം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടില്ല. നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഫ്രണ്ടിലത്തെയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെയൊക്കെ ലെയർ ചെയ്ത് വെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ആക്ച്വലി വെട്ടുന്നത് നല്ലതാണ്. നമുക്ക് നെറ്റ് കയറലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒന്നും ശരിയാണോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെട്ടിയാലല്ലേ വളരുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം. ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ച് തന്നതൊക്കെ പോയി, അത് പോവുമല്ലോ നമ്മൾ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയുക, ഓക്കെ. പിന്നെ അതിൽ അഖിലേട്ടൻ മാത്രമാണ് കേട്ടോ സപ്പോർട്ട് ചെയ്തത്. ബാക്കി എല്ലാവരുടെ കയ്യിൽ നിന്നും എന്തിനാ വെട്ടിയേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേൾക്കേണ്ടി വന്നത്. ബട്ട് ഇറ്റ്സ് ഫൈൻ അല്ലേ, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.